ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടൂറിസ്റ്റ് ബസ് ട്രാവൽ ടെക് മീഡിയ. ഞാൻ ഉല്ലാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു മിനി വാട്ടർ പമ്പ് നിർമ്മിക്കാൻ പോവുകയാണ്. സോ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റുന്നതാണ്. സോ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. ഇനി എന്താ അധികം ഇതൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു മിനി വാട്ടർ പമ്പിന് നമുക്ക് ആവശ്യം 20 ml ഒരു സിറിഞ്ചും അതുപോലെ തന്നെ 5 ml 3 സിറിഞ്ചുമാണ് നമുക്ക് ആവശ്യം. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിലുള്ള പാടുകൾ, അതായത് അളവിൻ്റെ പാടുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ നെയിൽ പോളിഷ് റിമൂവർ ഉപയോഗിച്ച് റിമൂവ് ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതിൻ്റെ പുൾ ട്രിഗേഴ്സ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. നമുക്കതിൻ്റെ ആവശ്യമില്ല. സോ ഇവിടെ എല്ലാത്തിൻ്റെയും പുൾ ട്രിഗേഴ്സ് നമ്മൾ റിമൂവ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് 20 ml സിറിഞ്ച് എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒരു ഹോൾ ഇടുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ 5 ml സിറിഞ്ച് അതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ഹോൾ മതി. നമ്മൾ സോൾഡറിങ് ആണ് ഉപയോഗിച്ചിട്ട് ഹോൾ ഇട്ടത് കാരണം ചെറുതായിട്ട് ഉരുകിയ പാടൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു കത്തി ഉപയോഗിച്ച് റിമൂവ് ചെയ്തെടുക്കാം. ഇനി അതുപോലെ തന്നെ 20 ml സിറിഞ്ചിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഉരുകിയ ഭാഗങ്ങൾ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന 3 രൂപയുടെ പേനയാണ്. അതിൻ്റെ ബാക്ക് വശം ഇരിക്കാൻ തരത്തിലുള്ള ഹോള് മതി നമ്മുടെ ആ സിറിഞ്ചിൽ. ഇനി നമ്മൾ 5 ml സിറിഞ്ച് എടുത്തിട്ട് നമുക്ക് ക്രോസ് രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. സോ അത് നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഫ്രണ്ട് വശം ഒന്ന് ചെറിയ ചെരുവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് സ്മൂത്തൻ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഒരു പേപ്പറിൽ വെച്ചിട്ടൊന്ന് സ്മൂത്തൻ ചെയ്തെടുത്താൽ മതി. ഇനി അതിൻ്റെ മറ്റേ വശം നമുക്ക് സിറിഞ്ചിൽ കണക്ട് ചെയ്യാനാണ്. സോ സിറിഞ്ചിൽ ജസ്റ്റ് ഒന്ന് ഒരു പേപ്പർ വെച്ച് പൊതിഞ്ഞെടുത്ത് അതിൽ റബ്ബ് ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ച് റബ്ബ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പിടിപ്പിക്കാനുള്ളൊരു ഇതാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്മൂത്തൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടോപ്പ് ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കയ്യിലുള്ള ലാസ്റ്റ് സിറിഞ്ചിൻ്റെ ഈ ഒരു വശം കൂടിയും കട്ട് ചെയ്തെടുക്കാം. ഈ ഫ്രണ്ടിലത്തെ ഇതും കൂടി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ പാർട്സും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊക്കെ ജോയിൻ ചെയ്യുന്നതാണ്. നമുക്ക് ഫ്ലെക്സ് ബോണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജോയിൻ്റ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ ഉപയോഗിച്ചാലും ജോയിൻ്റ് ചെയ്യാം. സോ നമുക്ക് ജസ്റ്റ് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. നല്ല രീതിയിൽ സ്മൂത്തൻ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടുന്നുണ്ട്. ലീക്കിംഗ് ഒന്നും തീരെ തന്നെ ഉണ്ടാവില്ല. സോ നമുക്ക് അതിൻ്റെ 4 പുറം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഇനി അതിൻ്റെ ടോപ്പിലും ഞാൻ ഇങ്ങനത്തെ ഒരു പീസ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തെടുത്താണ്. അത് നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്ട്രോങ് ആക്കിയിട്ട് ജോയിൻ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതിൻ്റെ ടോപ്പിലും ഒരു പീസ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി കട്ട് ചെയ്തെടുത്ത് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. സോ അത് നല്ല രീതിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കുക. ഇനി ഇവിടെ ആ 20 ml സിറിഞ്ചിൻ്റെ നീഡിൽ വെക്കുന്ന ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ഗ്ലൂ ഗൺ ഉപയോഗിച്ച്. അടുത്ത ഒരു 3 രൂപയുടെ പേനയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് വശം നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഒരു ട്യൂബ് കടന്നു പോകാൻ തരത്തിലുള്ള മതി. ഇനി നമുക്ക് സിറിഞ്ചിൻ്റെ ടോപ്പ് വശത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ഹോളിട്ട ആ പേനയുടെ ബാക്ക് വശം അതിൽ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളൊരു മൈക്കാനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മൈക്കാൻ്റെ ടിന്നാണ്. അതിൻ്റെ അടിവശം നമുക്ക് ആവശ്യമുണ്ട്. സോ ഇങ്ങനെ ജസ്റ്റ് ഒരു പേപ്പറിൽ ഉരച്ചാൽ നമുക്ക് അതിൻ്റെ അടിവശം നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ 2 മൈക്കാൻ്റെ അടിവശം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് 1 സെൻറ്റിമീറ്റർ റേഡിയസിൽ 2 സർക്കിൾ മാർക്ക് ചെയ്ത് എടുക്കേണ്ടതാണ്.
നമ്മുടെ സിറിഞ്ച് വന്നിട്ട് 2 സെൻറ്റിമീറ്ററാണ് ഡയാമീറ്റർ. അതുകൊണ്ടാണ് നമ്മൾ 1 സെൻറ്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ എടുക്കുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആരും പുതിയ കത്രിക ഉപയോഗിച്ച് ഈ പരീക്ഷണം നടത്തരുത്, പഴയ കത്രിക ഉപയോഗിക്കണം. സോ 2 ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഹോളിടണം. ആണിയോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ ഉപയോഗിച്ച് നമുക്ക് ഹോളിടാം. സോ 2 ഹോൾ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു പ്ലസ് പോലെ നമുക്കിതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് ജസ്റ്റ് മാർക്ക് ചെയ്താലും മതി, സ്കെയിൽ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് കട്ട് ചെയ്തെടുക്കാനാണ്. സോ നമുക്കൊരു കത്രിക ഉപയോഗിച്ച് അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. സെൻറ്റർ വരെ പോകാൻ പാടും. സെൻറ്ററിൻ്റെ മുട്ടിച്ചിട്ട് കട്ട് ചെയ്യരുത്, കുറച്ച് വിട്ട് നിൽക്കണം അവിടുന്ന്. ഓക്കെ, ഇനി നമുക്ക് ആ ഷാർപ്പായ എഡ്ജസൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ 2 ഫാനുകൾ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എടുത്തിരിക്കുന്നത് സൈക്കിളിൻ്റെ ഒരു വില്ലാണ്. സോ ഇനി ഇതിലാണ് നമ്മൾ ഫാന് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ ഫാൻ എടുത്തു, അതിൽ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒരു നട്ട് പോലത്തെ ഒരു ഇത് ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യാം. ഇത് നമ്മൾ സൈക്കിളിൻ്റെ വില്ല് ടൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. നമുക്ക് ജസ്റ്റ് കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് അതൊന്ന് ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടുത്ത ഫാൻ എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം പ്ലെയർ ഉപയോഗിച്ചിട്ട്. ഇനി നമുക്ക് ജോയിൻറ്റിലൊക്കെ കുറച്ച് ഫ്ലെക്സ് ബോണ്ട് അപ്ലൈ ചെയ്യാം. അത് റൊട്ടേഷനിൽ അഴിഞ്ഞു പോരായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്ര നീളം മതി. സോ ഇവിടെ 4 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു കഴിഞ്ഞ പേനയുടെ റീഫില്ലർ ഉപയോഗിച്ചിട്ട് ട്യൂബ് ഉപയോഗിച്ചൊരു കഷ്ണം കട്ട് ചെയ്തെടുക്കുകയാണ്. അത് നമുക്ക് നമ്മുടെ മിനി മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യാനാണ്. മിനി മോട്ടറിൻ്റെ ഷാഫ്റ്റും അതുപോലെ തന്നെ ഫാനും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ജസ്റ്റ് ഫാന് അതിലൂടെ കയറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് മിനി മോട്ടർ ഒന്ന് കണക്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സംഗതി സിമ്പിളല്ല, കുറച്ച് ശക്തി പ്രയോഗിക്കുക തന്നെ വേണം. ഓക്കെ, ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 5 ml സിറിഞ്ചിൻ്റെ പുൾ ട്രിഗറാണ്. സോ അതിൻ്റെ റബ്ബർ നമ്മൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തെടുത്തു. അതിൻ്റെ കൂർത്ത് നിൽക്കുന്ന ഭാഗം ജസ്റ്റ് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇനി ഇത് നമ്മൾ നമ്മുടെ മിനി മോട്ടറും അതുപോലെ തന്നെ സിറിഞ്ചും തമ്മിൽ ജസ്റ്റ് ജോയിൻ്റ് വരുന്നിടത്ത് ഒന്ന് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു നൂല്, അതായത് നമ്മൾ സാധാ തയ്യലിന് ഉപയോഗിക്കുന്ന നൂലാണ്, ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കാം. കുറച്ചും കൂടി ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഇതിന് ശേഷം നമുക്ക് കുറച്ച് ഫ്ലെക്സ് ബോണ്ട് അപ്ലൈ ചെയ്യാം. ഒന്നും കൂടി ടൈറ്റായിട്ട് നല്ല സ്ട്രോങ്ങിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ട് ഇതാക്കുന്നത്. ഇനി നമുക്ക് വെള്ളം പുറത്തേക്ക് വരുന്ന വശത്തെ ആ ഒരു ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കാം. ഒരു ഹോള് അവിടെ നമുക്ക് പഴയൊരു 3 ലോഡ് പേന എടുത്തിട്ടുണ്ട്, ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ആ ഹോളിലേക്ക് നമുക്കൊന്ന് കയറ്റി വയ്ക്കാം. അതിന് ശേഷം 2 ഡ്രോപ്പ് ഫ്ലെക്സ് ബോണ്ട് നമുക്ക് ഒറ്റിച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് മിനി മോട്ടറിന് 2 വയറ് ജോയിൻ്റ് ചെയ്തെടുക്കാം. സോൾഡറിങ് ആണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജോയിൻ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഞാൻ ഇവിടെ ബാറ്ററി ആയിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ 12 വോൾട്ട് ബാറ്ററിയാണ്, നമ്മുടെ പഴയ വണ്ടിയിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്താണ്. നമുക്കിവിടെ 9 വോൾട്ട് ബാറ്ററി ആണെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കാം. സോ ഞാൻ ഇവിടെ തൽക്കാലം ഈ ഒരു ബാറ്ററി എടുക്കണം. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വെള്ളത്തിൽ വെച്ചിട്ട് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ ഒരു പൊസിഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് പൊസിഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് പൊസിഷൻ കണക്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ മോട്ടർ മിനി പമ്പ്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേന്ന്. ഓക്കെ, 1 2 3. അയ്യോ, വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്.
അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മിനി വാട്ടർ പമ്പ് നിർമ്മിച്ച വീഡിയോ ഇഷ്ടപ്പെട്ടു വരുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ടെക് പരമായിട്ടുള്ള പുതിയ പുതിയ വീഡിയോസ് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ഈ ഒരു മിനി മോട്ടറിന് പകരമാണെങ്കിൽ നമുക്ക് സാധാ റിമോട്ട് കാറിൽ വരുന്ന മിനി മോട്ടർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലോക്കിലിടുന്ന AA ബാറ്ററി അത് 2 വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. സോ അങ്ങനെ അത് വർക്ക് ചെയ്യിപ്പിക്കാം. ഇത് നമ്മൾ 12 വോൾട്ട് വെച്ചിട്ടാണ് വർക്ക് ചെയ്യിപ്പിച്ചത്. ഇതുപോലെ 9 വോൾട്ട് ബാറ്ററി ഉപയോഗിച്ച് വേണമെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാം. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു. അടുത്തൊരു പുതിയ ടെക് വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരും വരെ ബൈ ടേക്ക് കെയർ, സൈനിങ് ഓഫ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടൂറിസ്റ്റ് ബസ് ട്രാവൽ ടെക് മീഡിയ. എല്ലാവർക്കും ഒരു കട്ട് ചെയ്യണ്ട, ഞാൻ എടുത്തോളാം. അത് കട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് 9 വോൾട്ട് ബാറ്ററി. സോ കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം.